അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കേന്ദ്രം സ്വീകരിക്കേണ്ട കാര്യങ്ങളിൽ കേന്ദ്രം ആലോചിച്ച് നടപടി സ്വീകരിക്കും. അതുകൊണ്ട് അവർക്ക് അവരുടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ പരിപൂർണമായ പിന്തുണ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലാതെ അവരെ തെറി പറയാനല്ല ഞങ്ങൾ നടക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ്. പക്ഷേ CITക്കാർ അവരെ തെറി പറയാൻ നടക്കുന്നു. അതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമോ? ഈ അമ്മമാർ നിങ്ങളെന്തിനാണ് ആക്ഷേപിക്കുന്നത്? ചാനലിൽ വിളിച്ചു വരുത്തി അവരെ പറയാൻ അനുവദിക്കില്ല. സുരേഷ് ഗോപി വി മുരളീധരൻ വരുന്നു. അല്ലല്ല, നിങ്ങളുടെ പ്രശ്നം സുരേഷ് ഗോപി വരുന്നു, നേതാക്കന്മാർ സാംക്രമിക രോഗികളെ വിളിച്ചപ്പോൾ കാലത്ത് 3 മണിക്ക് പോലീസ് നിങ്ങളത് ചർച്ച ചെയ്തോ? ഇതേ നിമിഷം വരെ നിങ്ങൾ അരുൺകുമാറിനോട് ആ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഈ അമ്മമാരുടെ ടാർപ്പാളിയും പൊളിച്ചു കഴിഞ്ഞു. CPI-ക്കാർ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സമരമാണ്. അവരുടെ വേതനവും ആനുകൂല്യങ്ങളും ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട സമരമാണ്. അവരുടെ തൊഴിൽ എങ്ങനെ രേഖപ്പെടുത്തണം എന്നതുമായി ബന്ധപ്പെട്ട സമരമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ ബോഡി ഈ കേന്ദ്ര സർക്കാരാണ്. എന്നിരിക്കെ ഈ സമരത്തെ കേവലമായ ലോക്കൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് വേണ്ടി പ്രയോജനപ്പെടുത്താം എന്ന നില നിങ്ങൾ എടുക്കുന്നുണ്ടോ? ഈ പണത്തിൻ്റെ ഫ്ലോയുടെ കാര്യത്തിൽ, ഈ പൈസ എല്ലാം ഹോൾഡ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ എപ്പോഴും കേന്ദ്ര സർക്കാരിനെ ഒന്ന് ലൂസാക്കുന്ന, കണ്ടില്ലെന്ന ഭാവം നടിക്കുന്ന ഒരു സമര സ്ട്രാറ്റജി നിങ്ങളും എടുത്തു പോകുന്നുണ്ടോ ദീപ്തി? ചർച്ച തുടങ്ങിയിട്ട് അരമണിക്കൂറിലേറെയായി. 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവർ പറഞ്ഞതിന് മറുപടിയായിട്ട് കൂടി പറയാനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമരം ഒരു നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സമരത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തത്. താങ്കളിപ്പോൾ നിഷാദ് ഇപ്പോൾ ഇവിടെ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഇത് ഏതോ ഒരു സംഘടനയുടെ സമരമാണ് എന്നുള്ള രീതിയിലാണ് ഈ ചർച്ച മുമ്പോട്ട് പോയത്. പല സംഘടനകൾ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം INTUC-യുമായി ബന്ധപ്പെട്ട നിരവധിയായ ആശാ വർക്കർമാർ ഈ സമരത്തിന് പിന്തുണ കൊടുത്തു. ഒന്ന്, CIT-യുമായി ബന്ധപ്പെട്ട നിരവധി ആശാ വർക്കർമാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ആശാ വർക്കർമാരുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇനി ഞാനൊന്ന് പറയട്ടെ, CPM-ന്റെ നേതാക്കന്മാർ, അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം ഇത് ഈ ആവശ്യം, ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്നുള്ളതറിയാം. പക്ഷേ എവിടെയാണ് പ്രശ്നം? ഈ സമരത്തെ പിന്തുണയ്ക്കാൻ അവർ തയ്യാറല്ല. കാരണം CITU അല്ല ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് മാത്രമാണ് CPM-നെ സംബന്ധിച്ചുള്ള പ്രശ്നം. ഞാൻ കരുതുന്നില്ല ഇന്ന് CPM-ന്റെ നേതാക്കന്മാരായി ഇവരെ ആക്ഷേപിച്ച, അതെ, സംസ്ഥാന സർക്കാരിനെതിരെ ചെയ്യണമല്ലോ. ഞാനതിലേക്കാണ് വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട്. സംസ്ഥാന ഗവൺമെന്റ്, ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചല്ലോ, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത് ഓണറേറിയമാണ്, കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് ഇൻസെൻറ്റീവാണ്. അതിൻ്റെ 60% കേന്ദ്ര ഗവൺമെന്റും ബാക്കി 40% സംസ്ഥാന ഗവൺമെന്റുമാണ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇൻസെൻറ്റീവിനെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പം നിഷാദ് ഇവിടെ സൂചിപ്പിച്ചു, 100 കോടിയുടെ കാര്യം പറഞ്ഞു. NHM-നെ സംബന്ധിച്ച് പ്രേമേന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ശ്രീ പ്രേമേന്ദ്രൻ MP ചോദിച്ച ചോദ്യം അനുസരിച്ച് 915 കോടി ലഭിക്കേണ്ടതിൽ 815 കോടി ലഭിച്ചു എന്നുള്ളതാണ് കിട്ടിയ മറുപടി, പാർലമെന്റിൽ കിട്ടിയ മറുപടി. അപ്പോൾ ഈ 100 കോടി എന്ന് പറയുന്നത് ആശയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. NHM-ന്റെ വിവിധങ്ങളായ പദ്ധതികളുണ്ട്. അതിലൊന്നു മാത്രമാണ് ആശ എന്ന് പറയുന്നത്.